എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേണ്ടി എല്ലാവരും വിജയിക്കുന്നത് കാരണം വെസ്റ്റീജിൽ വിജയിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം അതേതാ അറിയാം. ഒരൊറ്റ വിഭാഗം ആളുകളാണ് വെസ്റ്റീജിൽ വിജയിക്കാത്തത്. ആരെന്ന് പറയും? അത് വെസ്റ്റീജിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. വെസ്റ്റീജിൽ ജോയിൻ ചെയ്ത് എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ അവസരം. ഇതേ പറഞ്ഞല്ലേ സോപ്പ് ഞങ്ങൾ കിട്ടിയ സോപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് TFM കൂടുതലോ? ഇല്ല, സെയിം എല്ലാവർക്കും സെയിം അല്ലേ? അതായത് ഇപ്പോൾ അൾട്രാ വാഷണമെങ്കിൽ ML കൂടുതൽ കിട്ടുന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല, സെയിം എല്ലാവർക്കും സെയിം പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പല ആളുകൾ വിജയിക്കുന്നു, പല ആളുകൾ വിജയിക്കുന്നത്? കാരണം ഒറ്റ കാര്യമുള്ളൂ, ഈ വിജയിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കിയാൽ മതി. അവരിവിടെ തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ഉറച്ചു നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ കേട്ടിട്ടില്ലേ വിന്നേഴ്സ് നെവർ ക്വിറ്റേഴ്സ് നെവർ വിൻ അല്ലേ? അതായത് വിജയിക്കുന്നവരൊരിക്കലും നിർത്തൂല, നിർത്തുന്നവരൊരിക്കലും വിജയിക്കില്ല. നിങ്ങൾ ഒരു 10 മാസം നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് നോക്കി, 11ാമത്തെ മാസം നിങ്ങൾ ബിസിനസ് വിട്ടുപോയതിനു ശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്തു? ഒരു വർഷത്തെ ശേഷം വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും നിങ്ങൾ ഇത് 5 മാസം വർക്ക് ചെയ്തു. അതൊക്കെ ബിസിനസ്. നിങ്ങൾ അടുക്കളയിൽ ഒരു ചായ വെച്ചു, സ്റ്റവിന്റെ വേറെ ചായ വെച്ചു, ചായ നിങ്ങൾ സ്റ്റവ് കത്തിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് കോളിംബെൽ അടിക്കും. അപ്പൊ സ്റ്റവ് ഓഫ് ആക്കി നിങ്ങൾ പോയി നോക്കിയപ്പോൾ മകള് സ്കൂളിൽ നിന്ന് വന്നതാണ്. മകളവിടെ സ്കൂളിൽ ഡോറൊക്കെ തുറന്നിട്ട് മകളവിടെ കൊണ്ടുവന്നിരുത്തി വീണ്ടും ഒന്ന് സ്റ്റവ് ഓണാക്കി. അപ്പൊ വീണ്ടും കോളിംബെൽ അടിക്കുന്നു. അപ്പൊ പോയേക്കുമ്പോൾ ഇത് ഓഫാക്കി പോയപ്പോൾ പാൽക്കാരനാണ്, രാവിലെ പാലിന്റെ പൈസക്കാണ്. അത് കൊടുത്ത് വീണ്ടും വന്നിട്ട് സ്റ്റവ് ഓണാക്കി ചായ വേണ്ടി ചൂടാക്കാൻ തുടങ്ങി. വീണ്ടും കോളിംബെൽ എടുക്കുമ്പോൾ വീണ്ടും സ്റ്റവ് ഓഫാക്കി. വീണ്ടും പോയേക്കുമ്പോൾ പത്രക്കാരൻ പൈസക്കാണ്, അയാൾക്ക് പൈസ കൊടുത്തു. വീണ്ടും വന്ന് സ്റ്റവ് ഓണാക്കി. അപ്പോൾ വീണ്ടും അടുത്ത കോളിംബെൽ. അപ്പോൾ വീണ്ടും സ്റ്റവ് ഓഫാക്കി പോയപ്പോൾ ഹസ്ബൻഡാണ്. ഇത്രയും ആളുകൾ വന്നു പോയി വീട്ടിൽ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഇതിന് എനിക്ക് നിങ്ങൾ വ്യക്തമായിട്ടൊരു ഉത്തരം തരാം. ഈ ചായ എപ്പോ തിളക്കും? എപ്പോ തിളക്കും ചായ? ഓഫാക്കിട്ടാ പോണത്, തിളയ്ക്കോ? അല്ലേ? അപ്പോ ഒരു ചായ തിളയ്ക്കണമെങ്കിൽ, സ്ഥിരമായിട്ട് ചൂട് വേണമെങ്കിൽ, നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കെങ്കിൽ സ്ഥിരമായിട്ട് പ്രവർത്തനം വേണ്ടേ? വേണ്ടേ? അപ്പൊ ഡെയിലി ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് വേണ്ടേ? അല്ലെ? വീക്കിലി ഒരു CEO മീറ്റിംഗ് നമുക്ക് വേണ്ടേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വിജയിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു കൊല്ലത്തിലൊരു മീറ്റിംഗ് എടുത്തത് വിജയിക്കാൻ പറ്റൂ? ഇല്ല. സ്ഥിരമായിട്ട് ഏതൊക്കെ മീറ്റിങ്ങുകൾ ഉണ്ട് അതൊക്കെ ചെയ്യണം. കാരണം ഞാൻ എന്റെ തലവര ആദ്യം ഒരു മീറ്റിംഗ് ഉണ്ടാകാം. അത് വലിയൊരു പ്രോഗ്രാമാണ്. FRU ഫാമിലി റിയൂണിയൻ. ആരൊക്കെ അറ്റൻഡ്? FRU അറ്റൻഡ് ആളുകൾ നല്ല കാര്യം കൊടുക്കാം. കാരണം ഒരു FRU ഞാൻ വിളിച്ച സമയത്ത് എന്റെ അമ്മയെ പറ്റിച്ച ആളാണ്. പോയില്ല, വരാതെ പറഞ്ഞു പോയില്ല. കാരണം പറ്റിച്ച സമയത്ത് ആ സമയത്ത് ഞാൻ 2ാമത്തെ FRU ഞാൻ പോയ സമയത്ത് അന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഞാൻ പറ്റിച്ചത് എന്റെ അപ്ലൈനെ ആയിരുന്നില്ല, ഞാൻ പറ്റിച്ചത് എന്നെ തന്നെയാണെന്ന് എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് മനസ്സിലായി. പക്ഷെ അവിടെ വെച്ച് ഞാനൊരു തീരുമാനം കൊടുത്തു, ഇനി എല്ലാ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്തതും ഞാൻ എന്റെ ബിസിനസ് ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടു. അവിടെ മുതലാണ് ഈ UCD അവാർഡ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത് ഞങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. സ്ഥിരമായിട്ടൊരു പ്രവർത്തനം ഉണ്ടായാൽ മതി. നമ്മൾ ചായ തിളയ്ക്കുന്നത് പോലെ ആ സ്റ്റവ് ഓഫാക്കി പോകുന്നതാകരുത്. സ്ഥിരമായിട്ട് പ്രവർത്തിക്കണം. നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് നിങ്ങളാണോ റിസൾട്ട് തീരുമാനിക്കുന്നത്, അത് ഈശ്വരനാണോ റിസൾട്ട് തീരുമാനിക്കുന്നത്? അതാ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. ഇതിന്റെ റിസൾട്ട് തരുന്ന ആരാ? മേലെ ഇരിക്കുന്നതല്ലേ? ഈശ്വരനല്ലേ? ആണോ? അല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച്, നമ്മളൊരു മാവിന്റെ തൈ കുഴിച്ചിട്ടു. ഇത് 10 ദിവസം വെള്ളം ഒഴിച്ചു, 11ാം ദിവസം പറിച്ചു നോക്കി ഇത് വേര് പിടിക്കുന്നുണ്ടോന്നുള്ളത്. വീണ്ടും അവിടെ തന്നെ കുഴിച്ചിട്ടു, വീണ്ടും 4 ദിവസം വെള്ളം ഒഴിച്ചു, വീണ്ടും 6 ദിവസം കഴിച്ചപ്പോൾ വീണ്ടും പറിച്ചു നോക്കി വേര് പിടിക്കുന്നു. ഇത് എന്തെങ്കിലും വലുതായിട്ട് മാനം കിട്ടും? അതിനെന്ത് ചെയ്യണം? നമ്മൾ ആ വിശ്വാസത്തോടു കൂടി വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുമ്പോൾ ആര് വളർത്തിക്കോളും? ഈശ്വരനെ വളർത്തിക്കോളും. നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക. റിസൾട്ട് ആര് തരും? ഈശ്വരൻ തരും. കർമ്മം ചെയ്യാതെ മനുഷ്യന്റെ കാര്യമാണ്. റിസൾട്ട് ആരാ തരാം? അത് ഈശ്വരനാണ്. അപ്പൊ റിസൾട്ടിനെ പറ്റി നമ്മൾ ബോധറാവണം. അതായത് രാവിലെ പറഞ്ഞോ, പിന്നെ എന്തിനാണ്